ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. രാധ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്നത്തെ ചെമ്പല്ലി പൂവിൻ്റെ കഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ സച്ചി സുധിയെ പാർക്കിൽ നിന്ന് വന്ന് കണ്ട ആ ബഹളങ്ങളാണല്ലോ. അതിൽ സുധി പിന്നെ ആകെ എന്താ പറയേണ്ടതെന്ന് ഒരവസ്ഥയിലാണ് സുധി നിൽക്കുന്നത്. ശ്രുതിയാണെങ്കിൽ അതിലേറെ സങ്കടത്തിൽ. അപ്പോൾ പിന്നെ സുധി പോയിട്ട് പറയാണ്, അല്ല സുധിയല്ല, സച്ചി പറയാണ് ശ്രുതിയോട്, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞത് ഇവനെ വിശ്വസിക്കരുതെന്ന്. അപ്പോൾ നമുക്ക് ഞാൻ പറയുമ്പോൾ നിനക്കൊരു പുച്ഛമല്ലേ, ഇവൻ ഫ്രോഡാണ്, തനി ഫ്രോഡാണ്, ഇവനെ എനിക്കറിയും പോലെ വേറെ ആർക്കും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴൊന്നും ഇവള് നിന്ന് പറയുന്നുണ്ട്, ഇവള് നിന്ന് കരയാണ്. അതിൽ പറയുക, അന്ന് നീ ഇവൻ്റെ കൂടെ കൂടിയിട്ട് എന്നെ കുറ്റപ്പെടുത്തി, എന്നെ കൊച്ചാക്കി സംസാരിച്ചു. അന്നും ഞാൻ പറഞ്ഞു കാഞ്ഞിരക്കായാണ് നീ തിന്നേണ്ടത്, ഞാൻ പറഞ്ഞപ്പോൾ നിനക്കൊരു വിലയില്ല, ഇപ്പം എന്തായി എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അത് കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെ ശ്രുതി എന്നിട്ട് ശ്രുതി കരയലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരൊറ്റ തട്ടാണ് ശ്രുതിയുടെ കൈ, ശ്രുതി പോ എൻ്റെ മുന്നിൽ നിന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവളങ്ങനെ ഓടിപ്പോവാ മോളിക്ക്. അതിൽ പോയിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മോനെ ചെല്ല്, അവളെ കൂടെ ചെല്ല്, അവളെ അടുത്ത് അവളെ പോയി സമാധാനിപ്പിക്കുക എന്നൊക്കെ പറയാം. അപ്പോൾ അവന് ഭയങ്കര വിഷമം. അപ്പോൾ ചന്ദ്രയും വന്ന് പറയുകയാണ് ചെല്ലുകയെന്ന്. അപ്പോൾ രവിയും ചന്ദ്രയും കൂടി വന്ന് പറയുമ്പോൾ അവരിങ്ങനെ മടിച്ച് നിൽക്കുകയാണ് കേട്ടോ, പോവാതെ. അതിൽ പറയും, നീ ഞാൻ എപ്പോഴെങ്കിലും ജോലി ശരിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്, പക്ഷേ ഒന്നും ശരിയായില്ല. അപ്പോൾ ചന്ദ്ര പറയും, നിന്നോട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, അവളറിയുമ്പോൾ അത് അവൾക്ക് വിഷമാവും എന്നുള്ളത്. നീ ജോലി അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരും വിശ്വസിക്കില്ല, നീ ചെല്ല്, അവളുടെ അടുത്ത് പോയി പറ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി ചെല്ലുമ്പോൾ ശ്രുതി അവിടെ കട്ടിലിൻ്റെ മുകളിൽ ഇരുന്ന് കരച്ചില്ല. അതിൽ അവൾ ഭയങ്കര സങ്കടം പറിച്ചില്ല. അതിലറിയും, എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ, എന്നെ ഇങ്ങനെ ചതിക്കേണ്ടായിരുന്നില്ല, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, എനിക്ക് ആരുമില്ല, എല്ലാവരും എന്നെ ചതിച്ചിട്ടുള്ളൂ, നീയെങ്കിലും എന്നെ വിശ്വസിക്കുമെന്ന് വിചാരിച്ചു, നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ അവൾ ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ്, കാരണം നിനക്ക് ഞാൻ ജോലി ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് സഹിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പറയാതിരുന്നതാണ് എന്ന് പറയും. അപ്പോൾ ഞാൻ കുറേ കമ്പനിയിൽ അവിടെയൊക്കെ പോയി നോക്കി, പക്ഷേ എനിക്ക് ആരും ജോലി തന്നില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയും, നിനക്ക് അമ്മേനോട് പറയാൻ പറ്റും, പക്ഷേ എന്നോട് പറയാൻ പറ്റിയില്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൽ പറയും, നീ എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ ഇങ്ങനെ ഇവൻ പറയുന്നുണ്ട്. പക്ഷേ അവൾ എന്ത് പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. അതിൽ പറയും, ശ്രുതി എന്ന് പറഞ്ഞിട്ട് ചെല്ലുമ്പോൾ കൈയൊക്കെ തട്ടി മാറ്റും, നീ എന്നെ തുടരുത്, നീ എന്നോട് ഇങ്ങനെ ഒരു ചെയ്യരുത്, എന്നോട് ആ മറ്റേ സച്ചി എന്തൊക്കെ പറഞ്ഞറിയോ, ഞാനും കൂടെ നാണം കെട്ടില്ലേ, ഇതാണെന്നൊക്കെ അവൾ അങ്ങനെ അടിച്ച് ഇതാക്കി പറയാണ്. അപ്പോൾ ഇവനെന്തൊക്കെ പറഞ്ഞിട്ട് ഇവൾ സമ്മതിക്കുന്നില്ല. നീ ഞാൻ വിശ്വസിച്ചു, നീ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്, എൻ്റെ ലോകമാണ് നീ എന്ന് ഞാൻ കരുതി, ഇതാണെന്നൊക്കെ പറയും. അപ്പോൾ എനിക്കറിയാം, പക്ഷെ നീ വിഷമിക്കേണ്ട, എന്നിട്ട് എന്താ ഇപ്പം എനിക്ക് വിഷമമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോൾ എൻ്റെ മുന്നിൽ നിന്ന് എന്തൊക്കെ വേണ്ട നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് പോ എന്നൊക്കെ പറയും. അപ്പോൾ അവൻ പറയും, നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, നീ വിഷമിക്കരുതെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് എന്നൊക്കെ അങ്ങനെ ഭയങ്കര സെൻറ്റി അടിക്കുക. അപ്പോൾ അവൾ പറയും, നിങ്ങൾ എൻ്റെ മുന്നിൽ ഇരുന്ന് ഇങ്ങനെ സഹതാപം പിടിച്ചു പറ്റാൻ നോക്കണ്ട, പൊയ്ക്കോ എൻ്റെ മുന്നിൽ നിന്ന്, എല്ലാവരും എന്നെ ചതിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഇവളും പിന്നെയും പറയണം. അങ്ങനെ ഇവരുടെ സംഭാഷണങ്ങളാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. അവസാനം അവനെ റൂമിൽ നിന്ന് പുറത്താക്കും, നിങ്ങളിപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കി കാണുക വേണ്ട അതിനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവൾ പിടിച്ച് തള്ളുകയാണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് അവളുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ മീര, അവളെ വീട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവളിങ്ങനെ ഇരുന്ന് കരയുകയാണ്. അപ്പോൾ അയാൾ എന്നെ ഇങ്ങനെ ചതിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ പറയുന്നത്, ഇങ്ങനെ കരയാതെ നമുക്ക് എന്തെങ്കിലും ഒരു ഇതാവില്ലേ, ഇപ്പോൾ ചെറിയൊരു കാര്യമല്ലേ, ഇപ്പോൾ ജോലിക്ക് പോകുന്നില്ല ഒരു കാര്യമല്ലേ ഉള്ളൂ പറഞ്ഞത്, വേറെ ഒന്നും നീ ചെയ്ത തെറ്റോ, നീ അത് ആലോചിച്ചിട്ടുണ്ടോ, നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്, നിൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, അതൊന്നും ഇപ്പോൾ ശ്രുതിക്ക് അറിയില്ലല്ലോ, ശ്രുതിക്കും അറിയില്ല, ശ്രുതിയുടെ വീട്ടുകാർക്കും ഉണ്ട്. അപ്പോൾ നീ അവരെക്കാളും വലിയ തെറ്റ് ചെയ്തിട്ട് അവൻ്റെ ഈ ചെറിയൊരു തെറ്റ് നിനക്ക് വേണമെങ്കിൽ സഹിച്ചൂടെ എന്നൊക്കെ, ക്ഷമിക്കാം നിനക്കത്, നീ ഇത് ഇത്ര പെരുപ്പിച്ച് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ, എനിക്കറിയാം ആ ഒരു തെറ്റ് എന്തെങ്കിലും സത്യം പുറത്ത് വരുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്, അതെനിക്ക് അറിയാഞ്ഞിട്ടില്ല, പക്ഷേ എന്ത് വന്നാലും ശ്രുതി എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇനി ജോലിക്കൊന്നും പോകണ്ട, പക്ഷെ എന്നോട് എന്തിനാ കള്ളം പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ നീ പറയുന്നതും കള്ളല്ലേ എന്നൊക്കെ ഇങ്ങനെ മീര പറയുകയാണ് കേട്ടോ. കുറേ പിന്നെ മീരയും പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, നീ ക്ഷമിക്കുക, സാരല്ല പോട്ടെ
എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ പറയും എനിക്ക് എന്തോ അത് ക്ഷമിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും മുന്നിലും എന്നെ കൊച്ചാക്കി കളഞ്ഞില്ലേ. ഞാൻ ഇന്ന് സുധിയുടെ കൂടെ നിന്നിട്ടുള്ള അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ കൂടെ നിന്ന് സംസാരിച്ചിട്ടുള്ള ആൾ സുധിയുടെ അനിയൻ സച്ചി ഞങ്ങളെ കളിയാക്കുമ്പോഴും സുധിയെ നേതാക്കുമ്പോൾ ഒരു പാവാണെന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. പക്ഷെ ഞാൻ ഇത്രയ്ക്കും ഇതാണ് അവനെന്ന് ഞാൻ അറിഞ്ഞില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അപ്പം മീരയും പറയുന്നുണ്ട് നിന്റെ തെറ്റ് നീ ഓർക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും നീ അറിയാതിരിക്കും, ഞാൻ പോയി ചായ ഉണ്ടാക്കിയിട്ട് വരാനിട്ട് അവൾ പോവും. അവൾ പോണ സമയത്ത് ഇവിടെ സച്ചി ഇങ്ങനെ ആകെപ്പാടെ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ് കേട്ടോ. സച്ചിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്തൊരു അവസ്ഥയിൽ സച്ചി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അവൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് സച്ചി. പിന്നെ അപ്പോൾ പറയുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ അവൻ്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവളില്ല. അപ്പോൾ അവൾ ഇങ്ങനെ വിഷമത്തോടു കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമ്പോൾ നമ്മളെ മീര അവൾക്കുള്ള ചായ ആയിട്ട് വരും. ചായ റൂമിലേക്ക്, കാരണം അവളുടെ വീട്ടിലാണ് ഇപ്പോൾ ഈ ശ്രുതി ഉള്ളത്. ചായ ആയിട്ട് വരുമ്പോൾ ഇവളെ കാണില്ല. ഇതിപ്പോൾ എവിടെ പോയി എൻ്റെ അവളെ ചായ കപ്പ് ടീപ്പോടെ മുകളിൽ വെച്ചിട്ട് ഇവളെ വിളിച്ചുകൊണ്ടിരിക്കുക. ശ്രുതി പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക. ഇത് അവളെ എവിടെ പോയി എന്നറിയും. കുറേ എല്ലാ റൂമുകളും കയറി ഇറങ്ങി അവിടെയൊക്കെ നോക്കുമ്പോഴും കാണില്ല. അങ്ങനെ സുധീനെ വിളിക്കുമ്പോൾ അപ്പോൾ അവൻ ഫോൺ എടുക്കുമ്പോൾ ശ്രുതി ആവണേ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എടുക്കുക. അതിൽ പറയും ശ്രുതി ഉണ്ടോ അവിടെ എന്ന് വയ്ക്കും. ഇല്ല, അവൾ പുറത്ത് പോയിരുന്നു. അവൾ ഇവിടെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് വന്ന് കുറേ കാര്യം പറയുകയൊക്കെ ചെയ്തിട്ടാണ്. പക്ഷേ ഞാൻ അവൾക്ക് കാപ്പി എടുക്കാൻ പോയപ്പോഴേക്കും അവൾ പോയി എന്നറിയും. എവിടേക്ക് പോയി എന്നറിയും. അപ്പോൾ അറിയില്ല, പക്ഷേ നിങ്ങൾ ചെയ്ത് വളരെ തെറ്റാണ്, നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു, നിങ്ങൾക്ക് അവളോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നില്ലേ, അവളൊരു പാവമായിരുന്നില്ലേ എന്നൊക്കെ മീര ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്ത് പണിയാണ് നിങ്ങൾ ചെയ്തത്, അവളെ വിഡ്ഢിയാക്കല്ലേ ചെയ്തത്, രാവിലെ ഓഫീസിലേക്കാന്ന് പോയി പറയുക, എന്നിട്ട് അവിടെ പോയിരിക്കുക, നിങ്ങൾ എന്ത് പണി ചെയ്ത് വരുമ്പോൾ പറയും മീര നീ നിർത്ത്, ഞാൻ അല്ലെങ്കിലോ എൻ്റെ ഇത് തെറ്റി നിൽക്കുകയാണ്, ഞാൻ എനിക്ക് അത്രയും ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ് ഞാൻ, നീ നിർത്ത്, നീയും കൂടി എന്നോട് ഇങ്ങനെ പറയല്ലേ എന്നൊക്കെ പറയാം. എന്തായാലും നീ പിന്നെയും ഇവൻ പറയുന്നത് ശ്രുതി അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മീരോട് സംസാരിക്കുക. അപ്പോൾ നീ ഫോൺ ശ്രുതിക്ക് ഒന്ന് കൊടുക്കുക പറയുമ്പോൾ ഇവിടെ ഇല്ല, ഇവിടുന്ന് പോയിട്ടുണ്ട്, ഇവിടെ സ്ഥലത്തില്ല, അതാ ഞാൻ അങ്ങോട്ട് വന്നു എന്ന് ചോദിക്കുക പറയുമ്പോൾ അവൾ എങ്ങോട്ടാ പോയി പറയുമ്പോൾ എനിക്കറിയില്ല, നിങ്ങളൊന്ന് അന്വേഷിക്കുക എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അന്വേഷിക്കണമെങ്കിൽ എവിടെ പോയിട്ട് അന്വേഷിക്കാനൊരു വഴി മുന്നിൽ കാണണ്ടേ. അപ്പോൾ പറയും ഇനിയിപ്പോൾ എവിടെ പോയി, അവൾ ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ പറയും എനിക്കറിയില്ല എന്നിട്ട് അങ്ങനെ ഫോൺ വയ്ക്കുക. അങ്ങനെ അവിടെയൊക്കെ വിളിക്കുകയാണ്, ശ്രുതി എന്ന് വിളിച്ച് ഓടി നടന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ താഴെ രവിയും ശ്രുതിയും കൂടി സച്ചിയും കൂടി ഇന്ന് ചായ കുടിക്കുമ്പോൾ പിന്നെ അമ്മേ പറഞ്ഞിട്ട് ഓടി വരും. അപ്പോൾ എന്താ ചോദിച്ചിട്ട് ചന്ദ്രയും വരും. അമ്മേ ശ്രുതിനെ കാണാനില്ല, അമ്മ പറയും ശ്രുതിനെ കാണാനില്ല, എവിടെ അവൾ അവിടെ തന്നെ ഉണ്ടാവും, അവളെ ഇങ്ങോട്ട് പോകാനാ നോക്കിയപ്പോൾ രവിയും പറയും നീ അവിടെ ഒക്കെ നോക്കി അറിയും. ഇല്ല അച്ഛാ ഞാൻ നോക്കി, അവൾ ഇവിടെ ഇല്ല, അവൾ പോയി അച്ഛാ, അവൾ എന്നെ ഇട്ടിട്ട് പോയി അച്ഛാ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ പിന്നെ അവളുടെ കൂട്ടുകാരി അടുത്ത് പോയിരുന്നു, അപ്പോൾ അവിടെ പോയിരുന്നു ഇത്രേ, അവളിപ്പോൾ അവിടെ ഒന്നും കാണാനില്ല, പിന്നെ ഇപ്പോൾ എങ്ങടെ പോയെന്ന് അറിയില്ല എന്ന് പറയും. അപ്പോൾ അവൾ എങ്ങടെ പോയെന്ന് അറിയില്ല അച്ഛാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പറയും ചന്ദ്ര അയ്യോ എനിക്ക് കയ്യും കാലും മറിച്ചിട്ട് വയ്യ, അവൾ എങ്ങടെ പോയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ചന്ദ്രയും ഭയങ്കര ഇതാക്കും. അപ്പോഴേക്കും അപ്പോൾ സച്ചി അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് ഇതിങ്ങനെ കാപ്പിടിക്കുകയാണ്. അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് ഇവൻ കാരണമാണ് എൻ്റെ ശ്രുതി എന്നെ വിട്ടുപോയത്, ഇവൻ കാരണമാണ് എന്നിട്ട് സച്ചീനെ കയറി പിടിക്കുകയാണ്. സച്ചീൻ്റെ കോളറിനെ പിടിച്ച് വലിക്കണു, സച്ചീനെ തല്ലാൻ നോക്കണു. അപ്പോൾ സച്ചി തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോഴേക്കും രവിക്ക് പെട്ടെന്ന് ക്ഷീണം പോലെയൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ ശ്രുതി നാട് വിട്ടു. ശ്രുതി വേറെങ്കിലും പോയത് ശ്രുതിയുടെ വീട്ടിലേക്കാണ് പോയത്, അതാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ പോകുന്നുണ്ട്. പക്ഷേ ശ്രുതി അങ്ങനെ എല്ലാവരും ഫോട്ടോ കാണിച്ച് അന്വേഷിക്കുന്നുണ്ട്, കണ്ടോ ചോദിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടിരുന്നതിന് ശ്രുതിയുടെ മോനാണ് തോന്നുന്നു ഇവരെയൊക്കെ കൂടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതും അതൊക്കെയാണ് ഇന്നത്തെ പ്രൊമോലൻസ്. എന്തായാലും ഇനി അടുത്തത് ശ്രുതിയുടെ കളത്തരങ്ങൾ പൊളിയാൻ പോവാണ് കേട്ടോ. സോ ശ്രുതിയുടെ ഏതാണ്ട് പൂർണ്ണമായും പൊളിഞ്ഞു, ഇനി ശ്രുതിയുടെ കളത്തരങ്ങളാണ്, അതാണ് ഏറ്റവും വലിയ കളത്തരം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡും നമ്മളുടെ ചെമ്പനീർപ്പൂ തരക്കേടില്ലാത്ത രീതിയിൽ തന്നെയാണ് പോയത്. ഏതായാലും ശ്രുതിക്ക് നല്ലതായിട്ട് അടി കൊടുത്തിട്ടുണ്ട്. സച്ചിക്ക് അതിൽ സന്തോഷമുണ്ട്, പക്ഷേ സച്ചിക്ക് വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി പറയുന്നുണ്ട് പോയി അന്വേഷിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പിന്നെ രവി പറയുമ്പോൾ നമ്മളെ സച്ചി പോയി അന്വേഷിക്കാനും പോകുന്നുണ്ട്. അതൊക്കെ നാളത്തെയാണ് ബാക്കി, ഇന്നത്തെ നാളത്തെ കഥയാണ് ബാക്കിയുള്ളത്. അപ്പോൾ അങ്ങനെ ചെമ്പനീർപ്പൂ ആരും മിസ്സാകാതെ കാണിക്കുക. എന്തായാലും നല്ലൊരു ദിവസം ആവട്ടെ എല്ലാവർക്കും. അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ആ ബെല്ലൈക്കണൊന്ന് അമർത്തി നിങ്ങളുടെ ലൈക്കും ഷെയറില്ലെങ്കിലും നിങ്ങളുടെ ലൈക്ക് എന്തായാലും വേണം, ഒരു കമൻറ്റും വേണം. പിന്നെ മിസ്റ്റേക്കുകളുണ്ടാവും, ഞാനത്ര പ്രൊഫഷണലൊന്നും അല്ല, എന്നാലും
പിന്നെ ജീവിക്കാനൊരു തൊഴിൽ എന്നുള്ള ഇതിലാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് പൂർണ്ണമായിട്ടും ഉണ്ടാവണം. ഇതിന് മുന്നേ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കമൻ്റ് ഇടുമ്പോൾ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളൊന്നും ഇടരുത് കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന കഥയാണ്. മിസ്റ്റേക്കുകൾ വരും, മിസ്റ്റേക്കില്ലാത്ത ആൾക്കാരില്ലല്ലോ. അതുകൊണ്ട് വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളൊന്നും ഇടരുതിട്ടെന്ന്. ഗുഡെന്നോ സൂപ്പറെന്നോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. എന്തായാലും നന്ദി, നമസ്കാരം.